വി ലാക്ക്ഡ് ഫ്രഷ്നസ് ആൻഡ് ഫൈനസ്. കേപ്പ് വെർദെ നന്നായി കളിച്ചു. ഗോളിലേക്ക് ഇടം നൽകാതെ പ്രതിരോധിച്ചു. ഞങ്ങൾക്ക് മുന്നേറ്റങ്ങൾ ഒരുപാടുണ്ടായെങ്കിലും ഗോളടിക്കാനായില്ല. ഫിനിഷിങ്ങിൽ ഇനി കൂടുതൽ ശ്രദ്ധ ചെലുത്തും. കേപ്പ് വെർദെയുടെ ഐതിഹാസിക പോരാട്ടത്തിനൊടുവിൽ സമനില പിണഞ്ഞ സ്പാനിഷ് പരിശീലകൻ ലൂയിസ് ലാഫ്യൂണ്ടയുടെ വാക്കുകളാണിത്. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഈസി ഗെയിം കൈവിട്ടതിൻ്റെ നിരാശ. കേപ്പ് വെർദെക്ക് സ്വപ്നതുല്യമായ ലോകകപ്പ് അരങ്ങേറ്റം. ഫുട്ബോൾ ലോകം ഒരിക്കലും മറക്കാത്ത മത്സരം കൂടിയായിരുന്നു അറ്റ്ലാന്റയിൽ നടന്നത്. നേരിട്ട് മത്സരം ആസ്വദിച്ച 67,640 പേർക്ക് എല്ലാ വിഭവങ്ങളും അടങ്ങിയ ഫുട്ബോൾ വിരുന്നുകൂടിയായിരുന്നു അത്. കാരണം ഒന്ന്, വൊസീനിയ എന്ന ഗോൾ കീപ്പറാണ് സ്പെയിനെ വെള്ളം കുടിപ്പിച്ച ഒന്നാമത്തെയാൾ. ഫൈനൽ തേർഡിൽ കേപ്പ് വെർദെ ഒരുക്കിയ പ്രതിരോധ കോട്ട പൊളിച്ചെത്തിയാലും അവിടെ വൊസീനിയ എന്ന ഒറ്റയാനുണ്ടായിരുന്നു. ഏത് ഷോട്ടുകളെയും തടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കരങ്ങൾ സ്പെയിനെ വലച്ചു. ഗോളെന്നുറച്ച ഷോട്ടുകളും 40-കാരൻ തടുത്തിട്ടു. 39-ാം മിനിറ്റിലെ ഒയർസബാലിന്റെ ഹെഡർ ഫിംഗർ ടിപ്പ് സേവിലൂടെയാണ് വൊസീനിയ തട്ടിയകറ്റിയത്. കാരണം 2, ബോൾ പൊസിഷനിൽ സിംഹഭാഗവും കൈയടക്കി വെച്ചത് സ്പെയിനായിരുന്നു. പക്ഷേ സ്പാനിഷ് താരങ്ങളെ പെനാൽറ്റി ഏരിയയിലേക്ക് കയറാൻ കേപ്പ് വെർദെ അനുവദിച്ചില്ല. ലോകകപ്പിൽ ഏതൊരു വമ്പൻ ടീമുകൾക്കെതിരെയും കുഞ്ഞൻ ടീമുകൾ മുൻപ് നടപ്പാക്കിയ തന്ത്രം തന്നെയാണ് കേപ്പ് വെർദെയുടേതും. ലഭ്യമായ എല്ലാ താരങ്ങളെയും നിരത്തി പ്രതിരോധ കോട്ട കെട്ടി. പ്രതിരോധം പൊളിച്ച് സ്പെയിനിന്റെ ആക്രമണം ബോക്സിലേക്ക് കടന്നാലും ഗോൾ നീക്കത്തിനുള്ള സ്പേസ് നൽകാൻ കേപ്പ് വെർദെ താരങ്ങൾ തയ്യാറായില്ല. സ്പെയിൻ്റെ ആക്രമണ നിര പൂർണ്ണമായും തരിപ്പണമായത് ഇവിടെയാണ്. ഒരു ഗോൾ പോലും പിറക്കില്ലെന്ന യാഥാർത്ഥ്യമറിഞ്ഞതോടെയാണ് സ്പെയിൻ ലമീൻ യമാലിനെയും നിക്കോ വില്യംസിനെയും മൈക്കൽ മെറിനോയെയും കളത്തിലിറക്കിയത്. പക്ഷേ അപ്പോഴേക്കും കേപ്പ് വെർദെ പ്രതിരോധത്തിന് പ്രാധാന്യം നൽകി അവിടെ നിലയുറപ്പിച്ചു.